അപ്പം നമ്മൾ 6:30 ചെന്നൈയിൽ നിന്ന് എത്തിയപ്പോൾ 9:30 ആയി. രാത്രി സമയത്ത് വണ്ടികൾ തീരെ കുറവാണ്. പക്ഷെ രാത്രി സമയത്ത് യാത്ര ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും. നമ്മളിനി തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ ഹെയർപിൻ റോഡ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കറിയാം നമ്മൾ എത്രമാത്രം റിസ്കി ആയിട്ടുള്ള യാത്രയാണ് ചെയ്തതെന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ കുറേ നെല്ലിക്കാമരമുണ്ട് കേട്ടോ. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഏലക്ക പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ഏലക്കയൊക്കെ നന്നായിട്ട് കായ്ച്ച് കിടക്കുകയാണ്. അതേസമയം നമ്മുടെ മൗണ്ടനൊക്കെ മഞ്ഞ് മൂടി പകുതി മൂടിപ്പോയി. നമ്മൾ സെലക്ട് ചെയ്ത ശ്രീ RVK ഗൗരീസ് ഹോം സ്റ്റേയുടെ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മൗണ്ടൻസ് തന്നെയാണ്. പെർ ഡേ 3000 rupees ആണെങ്കിലും വെർത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് നേച്ചറുമായിട്ട് മാക്സിമം യോജിച്ച് പോകാൻ പറ്റും. നല്ല യമ്മി ഫുഡായിരുന്നു, നല്ല ഹോംലി ഫുഡ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് കാർമൽഗിരി ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ്. അപ്പോൾ ക്യാക്ടസിൻ്റെ പല പല വെറൈറ്റി ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? പല വിളഞ്ഞ് കിടക്കുന്ന ഓറഞ്ച് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കാപ്പിയാണ്. ഇതേ കാപ്പിക്കുരു കണ്ടോ? ചെറിയ സീഡ് കണ്ടോ? അതാണ് ഉണക്കിയിട്ടാണ്, അതിൻ്റെ അകത്തെ സീഡ് ഉണ്ട്, അതാണ് കാപ്പിയാക്കുന്നത്. പിന്നെ മൂന്നാറിലോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡിൽ ഒരിക്കലും നിങ്ങളിങ്ങോട്ട് വരരുത് കേട്ടോ. ഓരോ സ്ഥലവും കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം ബ്ലോക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളൊരു 45 മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നായിരുന്നു. മൂന്നാർ ബൈപ്പാസിനടുത്താണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. സോ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഫോട്ടോ പോയിന്റ് ഒരുപാടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരെ എനിക്കൊന്ന് എടുക്കാൻ അതാണ്. അങ്ങനെ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴി തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഗാർഡനിലോട്ട് പോയത്. ഇത് പല പല കാറ്റസ്. ഇതാണല്ലേ, ഇതിന്റെ എന്താ കറയല്ലേ കായം? ഇതിന്റെ ഒരു ജിഞ്ചർ ബേബി പൈനാപ്പിൾ കോഴി ഓറഞ്ച്. ഓറഞ്ച് ഓറഞ്ച് കണ്ടത് വണ്ടിലല്ലേ? എല്ലാവരുടെയും ഫോട്ടോ എടുക്കാം. എന്തായാലും ഇതുവരെ വന്നതിലുള്ള ബ്ലോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് 100% ഉറപ്പായിരുന്നു നമുക്ക് ഒരു സ്ഥലത്തോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഫോട്ടോ പോയിന്റ് മിസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഫോട്ടോ പോയിന്റിലോട്ടായിരുന്നു.
നല്ല ബ്ലോക്കായിരുന്നു. 45 മണിക്കൂറോളം ഞങ്ങൾ ആ ബ്ലോക്കിൽ കിടന്നു. ഫൈനലി നമ്മൾ ആ ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്ലേസിൽ വന്നു. നല്ല വെള്ളം കേട്ടോ ഇത്. അപ്പോൾ ഈ പ്രകൃതിയോടൊക്കെ നമ്മൾ ഇത്ര അടുത്തെത്തിയ ഒരു കുഴപ്പം എന്താണെന്നറിയോ, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ കടയുണ്ട്, പല പല സ്ഥലത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വെറും ഒരു ദിവസത്തെ പ്ലാനുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷേ കണ്ട 2 സ്ഥലങ്ങളും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് വെറും 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ ഞാൻ ജനിച്ച എൻ്റെ സ്ഥലത്ത് എത്താൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും അവിടെ നിന്ന് പോയി. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ് നേരെ ചെന്നൈയിലോട്ട്. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഇതൊക്കെ നമ്മുടെ നാടൻ സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ടാൽ പിന്നെ ഞാൻ വാങ്ങാതെ പോകത്തില്ല. ഇവിടെ കിട്ടാനിട്ടല്ല, പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ കയറി വന്ന ഹെയർ പിൻ റോഡ്സ്, അപ്പം അതാണ് നമ്മളിപ്പോൾ പകൽ സമയത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ചൂട് വാഴയ്ക്കപ്പം വാങ്ങിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തനി കേരള വാഴയ്ക്കപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല പേമാരി തന്നെയായിരുന്നു. ആ പേമാരിയിലാണ് നമ്മൾ ഹെയർ പിൻ റോഡ്സൊക്കെ ഇറങ്ങിയത്. ഇപ്പോഴും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു നമ്മൾ എങ്ങനെയാണ് ആ റോഡ്സൊക്കെ കവർ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ആ കാണുന്ന മലയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. എന്തായാലും ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളിപ്പോഴും ജീവനോട് തന്നെയുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് ചെന്നൈയിലോട്ടാണ്. തിരുച്ചിറപ്പള്ളി വഴിയാണ് നമ്മൾ പോകുന്നത്. തിരുച്ചിറപ്പള്ളിയിലും 1.5 ബ്ലോക്കായിരുന്നു. ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ നിന്നിട്ട് ഒരു 2:30 ആയപ്പോൾ നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ 3 വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.